സ്വാഗതം. ഞാൻ നന്ദകുമാർ. നമ്മളിന്ന് പരിചയപ്പെടുന്ന സാംസങ്ങിൻ്റെ 32 ഇഞ്ച് LED ടിവിയുടെ അൺബോക്സിങ് ആൻഡ് ഡീറ്റെയിൽസ് ആണ്. ഇത് സാംസങ്ങിൻ്റെ ഒരു ബേസ് മോഡലാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് IT4010 എന്നാണ്. ഇതൊരു നോർമൽ HD TV ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച ഗൃഹോപകരണങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സുപ്രിയ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൾ ഓവർ കേരള അവർക്ക് ഡെലിവറി ഉണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. തുറന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ലെഗ് വരുന്നുണ്ട്. ഇതിൻ്റെ 2 ലെഗ് വരുന്നുണ്ട്. റൈറ്റ് ലെഫ്റ്റ് ലെഗ് വരുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ടൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് AC കോഡ് വരുന്നുണ്ട്. ഇത് റിമോട്ട് വരുന്നുണ്ട്. ഇതാണ് ടിവിയുടെ റിമോട്ട് വരുന്നത്. സ്റ്റൈലിഷായ റിമോട്ടാണ്. മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് നമുക്കൊരു RF കൺവെർട്ടർ വരുന്നുണ്ട്. RF കൺവെർട്ടർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ക്രൂസ് വരുന്നുണ്ട് അതിൻ്റെ ലെഗ് ഫിറ്റ് ചെയ്യാനുള്ള. ഇത്ര ഇതിനകത്ത് വരുന്നത്. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ടി വി പുറത്തെടുത്ത് നോക്കാം. ടിവിയുടെ ഫ്രണ്ട് വരുന്നത് നമുക്കിവിടെ കാണാൻ അവരുടെ പവർ സേവിങ്സ് 2 സ്റ്റാറാണ് ഇതിൻ്റെ പവർ സേവിങ്സ് വന്നിട്ട്. പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് സാംസങ്ങിൻ്റെ കുറച്ച് അവരുടെ കാര്യങ്ങളിലും ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് വരുന്നത്. ഇതിൻ്റെ അടി സൈഡിലാണ് നമുക്ക് സ്പീക്കേഴ്സ് വരുന്നത്. ബാക്ക് സൈഡിലാണ് അടിയിലാണ് സ്പീക്കേഴ്സ് വരുന്നത്. നമുക്കിനി ടിവിയുടെ ബാക്ക് സൈഡ് നോക്കാം. ഫോക്കസ് ചെയ്തോളാം. ഇവിടെ ആയിട്ടാണ് ടിവിയുടെ പെൻഡ്രൈവ് കണക്ട് ഒരു പെൻഡ്രൈവ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് ഔട്ടുണ്ട്. ഒരു HDMI ഇൻപുട്ടുണ്ട്. 2 HDMI ഇൻപുട്ടുണ്ട്. പിന്നെ HDMI ഔട്ട് വരുന്നുണ്ടോ? ARC ഉണ്ടോ? പിന്നെ HDMI ARC വരുന്നില്ല. 2 ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ AV ഇൻപുട്ട് വരുന്നുണ്ട്. ഇത്രയാണ് ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ ഈ സൈഡ് നമുക്ക് AC കോഡ് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് വരുന്നുണ്ട്. ഇത്രയാണ് ടിവിയുടെ ബാക്ക് സൈഡ് വരുന്നത്. ഇനി നമുക്ക് ടി വി ഓൺ ചെയ്ത് നോക്കാം. സാംസങ് 32T4010 എന്ന ഈ മോഡൽ സാംസങ്ങിൻ്റെ ഒരു ബേസ് മോഡൽ ടി വിയാണ്. ഇതൊരു HD TV ആണ്. ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ റെസൊല്യൂഷൻ വന്നിട്ട് 1366x768. ഇതിൽ സാംസങ്ങിൻ്റെ ഹൈപ്പർ റിയൽ പിക്ചർ എഞ്ചിൻ എന്നൊരു ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നു. അത് കാരണം കൂടുതൽ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും ലഭിക്കും. ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഇൻഡെക്സ് അതായത് PQI വന്നിട്ട് 500 ആണ്. കൂടാതെ ഫിലിം മോഡ് എന്ന ഫീച്ചർ ഇതിനകത്തുണ്ട്. ഓഡിയോ സെക്ഷൻ വന്ന് നോക്കുമ്പോഴത്തേക്കും സൗണ്ട് ഔട്ട്പുട്ട് വന്നിട്ട് 20 വാട്ട്സ് RMSൽ. സ്പീക്കർ ടൈപ്പ് വന്നിട്ട് 2 ചാനലാണ്. കണക്ടിവിറ്റീസ് വന്ന് നമുക്ക് 2 HDMI ഇൻപുട്ടും ഒരു USB പോർട്ടും ലഭിക്കുന്നുണ്ട്. ഒരു AV ഇന്നുണ്ട്. ആഡിയോ ഔട്ട് വന്നിട്ട് 3.5 mm ജാക്ക്. HDMI ARC സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് നമുക്ക് HDMI ARC ആഡിയോ റിട്ടേൺ കിട്ടില്ല. പവർ കൺസംഷൻ വന്നിട്ട് 60 വാട്ട്സും ടിവിയുടെ വെയിറ്റ് വന്നിട്ട് 3.8 kgയുമാണ്. ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമ്മുടെ അഭിലാഷനും ചേരുന്നുണ്ട്. അഭിലാഷ ടിവിയുടെ പ്രത്യേകതകളൊന്നും പറഞ്ഞുതരാമോ? ഇത് സാംസങ്ങിൻ്റെ ഒരു ബേസ് മോഡൽ, എൻട്രി ലെവൽ മോഡലാണ്. ഇത് നമുക്ക് LED TV HD ആണ്. 720 പിക്സലാണ് വരുന്നത്. ഇൻപുട്ട് വരുന്നത് നമുക്ക് ഇതിനകത്ത് USB ഒറ്റ ഇൻപുട്ടേ വരത്തുള്ളൂ. HDMI 2 ഇൻപുട്ട്സ് വരും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അഡീഷണൽ വരുന്ന വാട്ട്സ് വരുന്നത് 20 വാട്ട്സ് ഔട്ട്പുട്ടാണ് വരുന്നത് നോർമലി. പിന്നെ നമുക്ക് ഇതിനകത്ത് USB എല്ലാം ആൾമോസ്റ്റ് എല്ലാ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സാംസങ്ങിന് വാറണ്ടി റൺ ചെയ്യുന്നുണ്ട്, 3 ഇയർ വാറണ്ടി. പക്ഷെ അത് ഈ മന്ത് എൻ്റെ വരെ കാണത്തുള്ളൂ. നോർമൽ വാറണ്ടി 2 ഇയർ ആണ്. ഇപ്പോൾ 3 ഇയർ വാറണ്ടി ഉണ്ട്. പക്ഷെ ഇതൊരു ബേസിക് ടി വി ആണ്. വേറെ ഒന്നും അത്യാവശ്യം ഡിഷ് TV കാണാൻ പറ്റും. പിന്നെ പെൻഡ്രൈവ് സപ്പോർട്ട് ചെയ്യും. വേറെ സ്മാർട്ട് ഫംഗ്ഷനുള്ള ബേസിക് മോഡൽ ടി ആണ് വരുന്നത്. സാംസങ്ങിന്റെ ബേസ് മോഡൽ ഏറ്റവും എൻട്രി ലെവലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ സാംസങ്ങിന്റെ മേജർ ടി വി തന്നെ പറയാം. കാരണം വേറെ റേഞ്ച് ഇല്ല. അപ്പം ഇതിൽ നിലവിൽ ഇപ്പോൾ ഇതാണ് മാർക്കറ്റിലുള്ള ഏറ്റവും ബേസ് മോഡൽ ടി വി. ഇതിൽ ഹൈ എൻഡ് സ്മാർട്ട് ടി വി പിന്നെ ഫുൾ HD 4K അങ്ങനെ പോകും. ഇത് HD റെഡി ടി വി ആണ്. 720 പിക്സൽ വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ AV റിസീവർ, ആംപ്ലിഫയർ, മ്യൂസിക് സിസ്റ്റം ഇതുമായി ടിവിയുടെ എല്ലാം അൺബോക്സിങ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.